ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് പ്ലസ് നമ്മുടെ വെഡ്ഡിങ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വന്നത് തൃശ്ശൂർ ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല, ഒരു അടിപൊളി ഷോപ്പ്. ഞാൻ അവിടെ കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടോ. ക്രിസ്മസിൻ്റെയും പിന്നെ നമ്മുടെ റൂമിലോട്ട് എന്തെങ്കിലുമൊക്കെ ഇൻറ്റീരിയർ വെക്കാനുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളവിടെ പോയത്. രണ്ട് ഫ്ലോറിൽ പല പല സെക്ഷൻസ് ആയിട്ടാണ് ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്മെല്ലഡ് കാൻഡിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതാണ് ഫസ്റ്റ് നോക്കിയത്. ഇവിടെ നല്ല കംപ്ലീറ്റ് ഈ ഒരു ഏരിയ ഫുള്ളേ ഇങ്ങനത്തെ സാധനങ്ങളല്ലേ. കാൻഡിൽ സ്റ്റാൻഡ്. പിന്നെ സേവ് ദ ഡേറ്റിന് എനിക്കൊരു ബാസ്ക്കറ്റ് വേണമായിരുന്നു. ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റാണ് കേട്ടോ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനുള്ള ബാസ്ക്കറ്റ് 430. ഇത് കാൻഡിൽ സ്റ്റാൻഡാണ് 230. ഇത് ഞാൻ വാങ്ങുമല്ലെന്ന് ഉറപ്പിച്ചില്ല, അതിനൊക്കെ നല്ല കണ്ട ഞാൻ ഐസ്ക്രീം. ആ ഒരു കാൻഡിൽ ഞാൻ എടുത്തിട്ടോ, ക്രിസ്മസ് ട്രീ പോലെ നല്ല ക്യൂട്ടായിരുന്നു. ഫ്ലവേഴ്സ് പിന്നെ നോക്കി പക്ഷെ എടുത്തില്ല. കുറേ ഇങ്ങനെ ക്രിസ്മസ് തീമിലുള്ള ഈ സെറാമിക് ഐറ്റംസിനോടൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ഉണ്ട് കേട്ടോ. ഈ സെറാമിക് കപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ ക്യൂട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഫുൾ ഷോക്ക്ഡായിരുന്നു ഇവിടെ എത്തി. ഒരുപാട് ഇങ്ങനത്തെ സെറാമിക് സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഏഞ്ചൽസൊക്കെ. ഇത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് കാണുമ്പോൾ അതല്ല നോക്കുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ എന്തല്ല. ഫുൾ ഒരു കൺഫ്യൂഷനായിരുന്നു അവിടെ എത്തിയിട്ട് എന്തെടുക്കണമെന്ന്. പിന്നെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വൈൻ ഗ്ലാസ് വേണമായിരുന്നു. ആ ഗോൾഡൻ കളർ 2 ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാത്യൂസ് ടവർ റോഡാണ്, സൗത്ത് ബസാർ, തൃശ്ശൂർ. പിന്നെ അതല്ലാതെ ഉള്ളൂരും ഇവരുടെ ഒരു വലിയ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് വേണമെങ്കിൽ ഞാൻ എന്താണെങ്കിലും സജസ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പാണ് കേട്ടോ ഫെജി. കാരണം അത്ര അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഇനി ക്രിസ്മസ് തീം മാത്രമുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഷോപ്പും വരുന്നു. അതിൻ്റെ നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാ? വായ കൂടെ ഈച്ച കയറി കിട്ടുക. ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കോർ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇപ്പോൾ ബ്രൈഡ് ടു ബി അങ്ങനെ വേണ്ടവർക്ക്, പിന്നെ ഈ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്ന മാല ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്, പെയിൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ. ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഓരോരോ സെക്ഷനായിട്ടാണ്, 2 ഫ്ലോർ ഉണ്ട്. 2 ഫ്ലോറിൽ തന്നെ ഓരോന്നിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം സെക്ഷൻസ് ആണുള്ളത്. ഒരു വ്ളോഗിനുള്ളതായി സന്തോഷമായ അവിടുത്തെ പോരാനേ തോന്നാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു സെക്ഷൻ കണ്ടു, ക്രിസ്മസ് ഐറ്റംസ് മാത്രമുള്ളത്. പിന്നെ ഞാൻ അവിടെ കയറി എല്ലാം ഒന്ന് പരതി നോക്കിയിട്ടോ. പക്ഷേ ആ സെക്ഷനിൽ നിന്ന് ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല, വെറുതെ എല്ലാം കൂടെ ഓവറായാലോ എന്ന് വിചാരിച്ചു. ഫെജി ഏജൻസീസ്, മാത്യൂസ് ടവർ, സൗത്ത് ബസാർ, തൃശ്ശൂർ.
സേവ് ദ ഡേറ്റിന് നമ്മളൊരു പിക്നിക് തീമാണ് ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പിക്നിക് തീം ആകുമ്പോൾ അതിൻ്റെ താഴെ വിരിക്കാൻ വേണ്ടി ഒരു വൈറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് വേണമായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് ഒരു തുണി അവിടെ നിന്ന് കിട്ടിയിട്ടോ നമുക്ക്. അത് ഭയങ്കര ലക്കിയായിട്ട് തോന്നി എനിക്ക്. കാരണം ലാസ്റ്റ് പീസായിരുന്നു. നല്ല അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്കത് കിട്ടുകയും ചെയ്തു. അങ്ങനെ സേവ് ദ ഡേറ്റിനുള്ള ഒട്ടുമിക്ക എല്ലാ സാധനവും ഞങ്ങൾക്ക് അന്ന് കിട്ടി. പിന്നെ ക്രിസ്മസ് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള സാധനവും നമ്മൾക്ക് അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കൊന്നാമത് ഇങ്ങനത്തെ കടകളോട് ഭയങ്കര ക്രേസാണ്, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളോട്. അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ വെസ്റ്റ് സൈഡിലോട്ടാണ് പോയത്. തൃശ്ശൂർ ഇപ്പോൾ പുതിയ വെസ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് വലിയ വെസ്റ്റ് സൈഡ് തന്നെയാണ്. വെസ്റ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. ഓരോന്നിന് ഓരോ ഫ്ലോറായിരുന്നു. ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും ഹോം ഡെക്കോർ അങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് ഫ്ലോറായിരുന്നു. അത്യാവശ്യം വലിയ വെസ്റ്റ് സൈഡായിരുന്നു. കമ്പയർ ടു ലുലു മാളിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വെസ്റ്റ് സൈഡായിരുന്നു. അയ്യോ, ഗിഫ്റ്റ് കാർഡ് വാങ്ങിയാൽ അങ്ങനെ ട്രയലിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അച്ചായിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഗിൽട്ട് നമ്മുടെ മെയിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഏത് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളതെന്ന്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിൻ്റെ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഏതാണ് എടുത്തതെന്ന്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഫിറ്റിംഗ് ഒക്കെ എനിക്ക് കറക്റ്റായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമൊന്നും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ചായി വന്നതിന് ശേഷമാണ് അച്ചായി ഇങ്ങനെ അതെന്താ ഇട്ടാലോ അങ്ങനെ ഇങ്ങനെ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സിലോട്ട് കൂടുതൽ ഫോക്കസ് ആവാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. മാക്സി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. എനിക്കിങ്ങനെ ഡീപ്പ് നെക്ക് അങ്ങനെയൊക്കെ വരുന്നത് നല്ല ഇഷ്ടം. അങ്ങനത്തെ ഒരുപാട് നല്ല കളക്ഷൻസാണ് വെസ്റ്റ് സൈഡിൽ എപ്പോഴും പോകുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. സേവ് ദ ഡേറ്റിനും അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്യാണത്തിന് ചെരുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞതാണ്. എന്നാലും പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷൻ വെസ്റ്റ് സൈഡ് കാണുമ്പോൾ വെറുതെ ഞാൻ കറങ്ങി തിരിഞ്ഞ് 1-2 ഒക്കെ ഇട്ട് നോക്കാറുണ്ട്. പക്ഷേ ചെരുപ്പൊന്നും അന്ന് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അച്ചായിക്കും സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കണമായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വേണ്ട കുറച്ച് സംഭവങ്ങളും കൂടെ എടുക്കണമായിരുന്നു. അങ്ങനെ പിന്നെ അച്ചായിക്കുള്ള ഡ്രസ്സ് ഹണ്ടിങ് തുടങ്ങി. പിന്നെ അച്ചായിയുടെ ഡ്രസ്സാണെങ്കിലും ഞാൻ തന്നെ സെലക്ട് ചെയ്യണം, ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കുന്നു, അച്ചായിക്ക് ഡ്രസ്സ് എടുക്കുന്നു, എല്ലാം എനിക്ക് തന്നെ പണി. അങ്ങനെ ട്രയലിങ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം വലിയ ട്രയൽ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏട്ടാ അടുത്ത് വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നു, ഇത്രയും ദൂരം എന്തിനാണ് നിൽക്കണേന്ന്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ വൈറ്റ് ഷർട്ട് കൊള്ളായിരുന്നു, പക്ഷേ പാൻറ്റും കൂടെ വന്നപ്പോൾ അത്ര സുഖം തോന്നിയില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഷർട്ട്. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളർ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കളറാണ്. അപ്പം ഏത് ഡ്രസ്സായിരിക്കും ഏട്ടൻ്റെ അടുത്തെന്നുള്ളത് നിങ്ങൾ സേവ് ദ ഡേറ്റ് ഫോട്ടോയിൽ കാണുന്നതാണ്. ഞാൻ ഒന്ന് സാരിയാണ് ഉടുക്കുന്നത്, ഒന്നൊരു ഫ്രോക്ക് കൈൻഡ് ഓഫ് സംഭവമാണ്. അപ്പോൾ അതിൽ മാച്ചായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ്സ് കാര്യങ്ങൾ, റൂമിലോട്ടുള്ള പില്ലോസ്, ഡെക്കോർ ഐറ്റംസ് അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ ഇടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം വെസ്റ്റ് സൈഡിൽ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ഞാൻ നല്ലോണം ടയേർഡായിരുന്നു. പിന്നെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ വന്നതുകൊണ്ട് അതിൻ്റെ വിശപ്പുണ്ട്. ഞാൻ ചോല ഭട്ടൂരിയാണോ അച്ചായി പനീർ ടിക്ക മസാലയും പിന്നെ പനീർ കുൽച്ചയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു ബ്രൗണി വിത്ത് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബൈ.